യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, ഏറെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, മാനവ രക്ഷയെ പ്രതി സ്വയം കുരിശുമരണമേറ്റുവാങ്ങി ധീരമായി മരണത്തെ നേരിട്ട യേശുവിൻ്റെ പീഡാനുഭവ വായനകളിലൂടെ, ധീരമായ മരണത്തിൻ്റെ അനുസ്മരണങ്ങളിലൂടെ നാം ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹിതനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് നമ്മെ പഠിപ്പിച്ച് അത് സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയ ഈ ലോകത്തെ അത്രമേൽ സ്നേഹിച്ച യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മയാണ് നാം ആചരിക്കുക. അതെ, ഇന്ന് ദുഃഖവെള്ളിയാണ്, മൗനം വാചാലമാകുന്ന വെള്ളിയാഴ്ച. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പിതാവിനോട് കരഞ്ഞു നിലവിളിച്ച് യാചിച്ച് പ്രാർത്ഥിച്ച അപേക്ഷിച്ച പുത്രന്റെ ദയനീയാവസ്ഥയിൽ മനം നൊന്ത് വിലപിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ നിശബ്ദതയുടെ വാചാലതയുടെ നിമിഷങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളുമൊക്കെ കടന്നു പോകുക. ആഗോള ക്രൈസ്തവ ലോകം ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ആ ക്രിസ്തുവിന്റെ ഈ മരണത്തിന്റെ ഈ ഓർമ്മയാചരിക്കുന്ന ഈ ദിവസം നമുക്ക് സ്നേഹത്തോടെ, ഏറ്റവും തീക്ഷ്ണതയോടെ, വിശുദ്ധിയോടെ ഒരു നിമിഷം മുട്ടുകുത്തി നിന്നുകൊണ്ട് നമുക്ക് തലകുനിച്ച് ആ പാവൻ സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് ഒന്ന് കുമ്പിടാം. നമുക്ക് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഒരു നിമിഷം ആ യേശുവിൻ്റെ മരണത്തിൻ്റെ ചിന്തകളെ, ആഗ്രഹങ്ങളെ, കേട്ട കാര്യങ്ങളെ ഒന്ന് കണ്ണടച്ച് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവിടെ നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാം. ആയിരത്തി 1945 ഒക്ടോബർ 12 അമേരിക്കൻ സർക്കാർ നൽകുന്ന ധീരതയ്ക്കുള്ള പരമോന്നത ബഹുമതിയായ മെഡൽ ഓഫ് ഓണർ നൽകിയത് ആ വർഷം 45 പട്ടാളക്കാർക്കായിരുന്നു. ഈ 45 പട്ടാളക്കാരിൽ ഒരാൾ മാത്രം വ്യത്യസ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഡെസ്മണ്ട് ഡോസ് എന്നാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നുള്ളത്, ആ പട്ടാള മുഖത്ത്, യുദ്ധമുഖത്ത് നിരായുധനായി, ആയുധമില്ലാതെ എങ്ങനെ യുദ്ധം ചെയ്യാമെന്ന് സമൂഹത്തെ കാണിച്ചു കൊടുത്ത ഒരു വ്യത്യസ്തത നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. ദിവസവും പ്രാർത്ഥിക്കുന്ന, ദിവസവും ബൈബിൾ വായിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി ത്യാഗങ്ങളും സഹനങ്ങളും ഏറ്റുവാങ്ങാൻ തയ്യാറായി യുദ്ധമുഖത്ത് നിരാലംബനായി വിഷമിക്കുന്നവർക്ക് അത്താണിയായി മാറിയ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ആ യുദ്ധമുഖത്ത് എടുത്തിരുന്ന പൊസിഷൻ എന്നുള്ളത് കോൺഷ്യൻഷ്യസ് ഒബ്ജക്ടർ എന്ന ഒരു പൊസിഷനാണ്. അതായത് നിരായുധനായി, ആയുധമില്ലാതെ യുദ്ധമുഖത്ത് ധൈര്യത്തോടെ മുന്നേറുവാനുള്ള ഒരു ഒരു ചൈതന്യം. അദ്ദേഹം ജപ്പാനിലെ ഒക്കിനോവയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ യുദ്ധമുഖത്ത് 7 മണിക്കൂറുകളോളം യുദ്ധം നിരന്തരം നടന്നുകൊണ്ടിരിക്കെ യുദ്ധമുഖത്ത് പിടഞ്ഞു വീഴുന്ന പട്ടാളക്കാരെ, വേദനിക്കുന്നവരെ, മുറിവേറ്റവരെ, മൃതപ്രായരായവരൊക്കെ താങ്ങിക്കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുക, സഹായിക്കുക, ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വലിയ ദൗത്യമാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അങ്ങനെ 7 മണിക്കൂറുകളോളം അദ്ദേഹം ഓടി നടന്നുകൊണ്ട് തനിക്ക് സാധിക്കുന്ന 75ഓളം പട്ടാളക്കാരെ, മൃതപ്രായരായ മുറിവേറ്റ പട്ടാളക്കാരെ തിരിച്ചു കൊണ്ടുവന്ന് ശുശ്രൂഷ നൽകി അവരെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്.
അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, താൻ ഓടി നടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഇടം നെഞ്ചിൽ സൂക്ഷിച്ചിരുന്ന ഒരു ചെറിയ ബൈബിളിന്റെ ഒരു ചെറിയ പതിപ്പ് ആരും കാണാതെ തന്നെ അതും കൈവച്ചുകൊണ്ടാണ് അദ്ദേഹം ഓടി നടക്കുക. ഈ ബൈബിളിൽ മേൽ ലഭിക്കുന്ന ശക്തി സംഭരിച്ചുകൊണ്ട് തനിക്ക് ധൈര്യമായിട്ട് ഇവർ ശുശ്രൂഷിക്കാൻ സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് തൻ്റെ ഈ ചൈതന്യവത്തായ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നത് അവരിലുള്ള പട്ടാളക്കാർ തന്നെയായിരുന്നു. അദ്ദേഹം ഒരു കോമാളിയായിരുന്നു, ഒരു പരിഹാസ പാത്രമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നപ്പോഴും അദ്ദേഹം നിശബ്ദനായി സന്തോഷത്തോടുകൂടെ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അനേകം വ്യക്തികൾക്ക് മാതൃകയായി സമൂഹത്തിൽ അദ്ദേഹം ചൈതന്യം നിറവേച്ചുകൊണ്ട് ധീരതയോടെ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. പിന്നീട് നമ്മൾ കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നുണ്ട്, മെൽ ഗിബ്സൺ, പാഷൻ ഓഫ് ക്രൈസ്റ്റ് ചിത്രീകരിച്ച മെൽ ഗിബ്സൺ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു വലിയ സിനിമയൊക്കെ നിർമ്മിക്കുകയുണ്ടായി. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിക്ക് നന്മ ചെയ്യുവാനായിട്ട് വലിയ ശക്തിയോ കഴിവോ വേണ്ട എന്ന് പഠിപ്പിക്കുവാനായിട്ട് ഇദ്ദേഹത്തിന്റെ ജീവിതം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ 2020 ലോകകപ്പ് നടന്നപ്പോൾ നമ്മുടെ ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധയും ഒരു മലയാളി പയ്യനിലായിരുന്നു, സഞ്ജു സാംസൺ. നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന, സ്നേഹപൂർവ്വം ചേട്ട എന്ന് വിളിക്കുന്ന സഞ്ജു സാംസന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ധൈര്യമായിരുന്ന പറയുക. ഒരുപക്ഷെ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും പിന്നെ ഫൈനലുമൊക്കെ അദ്ദേഹത്തിന് തിളങ്ങായി നിന്നത് അദ്ദേഹത്തിൽ വിളങ്ങി നിന്നിരുന്ന ഈ വിശ്വാസത്തിന്റെ കണികയായിരുന്നു പറയുക. ശശി തരൂര് അദ്ദേഹത്തെ കുറിച്ച് ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി, അദ്ദേഹം തനിക്ക് നേരിടേണ്ടി വന്ന കൂറ്റൻ സിക്സറുകളോ അല്ലെങ്കിൽ അടിച്ചു പറത്തിയ ഫോറുകളോ അല്ലെങ്കിൽ ഡൈവ് ചെയ്ത് പിടിച്ച ക്യാച്ചുകളോ ഒന്നുമല്ല എന്നെയും ഈ ലോകത്തെയും ഹഠാത്ത് ആകർഷിച്ചത്. പിന്നെയോ അദ്ദേഹം യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു പടയാളിയെ പോലെ, ഒരു ഭൃത്യനെ പോലെ ധീരമായിട്ട് തനിക്ക് നേരെ വന്ന എല്ലാ പന്തുകളും ശാന്തമായി സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് കൈ ഇടനെഞ്ചിൽ വെച്ചുകൊണ്ട് അവൻ പടുത്തുയർത്തിയ ആ മനോഭാവത്തെയായിരുന്നു, ആറ്റിറ്റ്യൂഡിനെയായിരുന്നു. വിശ്വാസം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സ്നേഹത്തോടുകൂടെ ക്രിസ്തുവിന്റെ ഈ ചൈതന്യവത്തായ ഈ ദിവസം പങ്കുചേരുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന ഏതാണ്ട് സത്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ച് അവൻ നേരിട്ടത് ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു. അവനൊരു ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനായവനായാണ്. സമൂഹത്തിന് മുൻപിൽ ഇവൻ ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇവൻ നിന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ഭാവിക്ക് അതൊരു കളങ്കമായി മാറുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ നേരെ നീണ്ട വ്യക്തികൾ, മതപുരോഹിതർ, മേലധ്യക്ഷന്മാർ, രാഷ്ട്രീയ പ്രമുഖർ, സമൂഹത്തിൽ ഉന്നതസ്ഥാനം അലങ്കരിക്കുന്നവരൊക്കെ ഒത്തുകൂടിയ ഒരു കാഴ്ചയാണ്. ഇതിനൊരു ആൾക്കൂട്ട വിചാരണ എന്ന് തന്നെ വേണം വിളിക്കണം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മൾ കണ്ട ഒരു ആൾക്കൂട്ട വിചാരണ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അട്ടപ്പാടിയിലെ മധു എന്ന ആദിവാസി യുവാവിന്റെ ദാരുണമായ മരണം. വിശന്നപ്പോൾ ഭക്ഷണം മോഷ്ടിച്ച് കഴിച്ചു എന്നുള്ള ഒരു ചിത്രമായിരുന്നു അന്ന് അവനെ കുറിച്ച് കള്ളത്തരമായിട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. സദാചാരവാദികൾ എന്ന് വിളിക്കപ്പെടുന്ന ഏതാനും വ്യക്തികൾ ആ പാവപ്പെട്ട അക്ഷരാഭ്യാസമില്ലാത്ത ആദിവാസി യുവാവായ മധു എന്ന ചെറുപ്പക്കാരനെ വളഞ്ഞ് ആക്രമിച്ചപ്പോൾ ഈ ഒരു ചിന്തയാണ് എനിക്ക് മനസ്സിലേക്ക് കടന്നു വന്നത്. ക്രിസ്തുവിനോട് നേരിടേണ്ടി വരുന്നത് ഈ ഒരു ആൾക്കൂട്ട വിചാരണയാണ്. നിരാലംബനായ 33 വയസ്സുകാരനായ ചെറുപ്പക്കാരനായ യേശു എന്ന ചെറുപ്പക്കാരന്റെ, അവന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്കും അപ്പനും പ്രിയപ്പെട്ടവനായ ജോസഫ് എന്ന അപ്പനും മറിയം എന്ന അമ്മയ്ക്കും പ്രിയപ്പെട്ട പുത്രനായ ഈ യേശു എന്ന 33 വയസ്സുകാരനെ ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് നടത്തി കൊണ്ടുവരുമ്പോൾ അവൻ നഷ്ടപ്പെട്ട അവൻ സ്വപ്നങ്ങളായിരുന്നു, പ്രതീക്ഷകളായിരുന്നു. തലേ ദിവസം പെസഹ വ്യാഴാഴ്ച കഴിയുമെങ്കിൽ ഈ പാനപാത്രം കടന്നു പോകട്ടെ എന്ന് വിലപിച്ച് നിലവിളിച്ച് അവന്റെ വിയർപ്പുകളെല്ലാം രക്തത്തുള്ളികളായി അവിടെ ഉപയോഗിച്ച് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടിയാലോ എന്ന് ഒരു വേള ചിന്തിച്ച, ഒരുപക്ഷെ മരണത്തോളം അസ്വസ്ഥനായി, വ്യാഖ്യാനങ്ങൾ ഇപ്രകാരം പറയുന്നു, ഇവന്റെ മരണത്തെക്കുറിച്ച്, അത് ചിന്തകളെ കുറിച്ച്, പ്രാർത്ഥനയെ കുറിച്ച് ഇപ്രകാരമാണ് വ്യാഖ്യാനങ്ങൾ കൊടുത്തത്. He was about to commit suicide എന്ന് പറയുക.
ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയ ഒരു നിമിഷമായത് ക്രിസ്തുവിനെ സംബന്ധിച്ച് പെസഹ വ്യാഴാഴ്ച നടന്നതെന്നാണ് പറയുക. അതുകൊണ്ടാണ് അവന്റെ മനസ്സിന്റെ, ഹൃദയത്തിന്റെ, ചങ്കിന്റെ വേദന, വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളെ പോലെ പിടഞ്ഞു വീഴുവാനായിട്ട് അവിടെ ഇടവന്നതെന്നാ പറയുക. എനിക്ക് സാധിക്കുകയില്ല പിതാവേ, എനിക്ക് സാധിക്കുകയില്ല പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ആഴമായ ഹൃദയവേദനയോട് സങ്കടത്തോടെ കരഞ്ഞു നിലവിളിച്ച ആ പുത്രനെ മാലാഖ വഴിയായിട്ട് ആശ്വസിപ്പിച്ച പിതാവ് നമ്മൾ കാണുന്നുണ്ട്. സങ്കടത്തിന്റെ കഥനക്കടലിലൂടെ നടക്കുമ്പോഴും തന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച്, തന്റെ ധൈര്യത്തെക്കുറിച്ച്, തന്റെ ജീവിതത്തെക്കുറിച്ച്, താൻ നിർവഹിക്കേണ്ടുന്ന കടമയെക്കുറിച്ച് ബോധവാനായ ക്രിസ്തു അതിന് ശിരസ് നമിക്കുകയാണ്. എങ്കിലും എന്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പുത്രനായ യേശു ക്രിസ്തു ദാരുണമായ മരണത്തിന് തന്നെ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ദുഃഖവെള്ളിയാണ്. ക്രിസ്തുവിന്റെ കഥനത്തിന്റെ, സങ്കടത്തിന്റെ, വേദനയുടെ, നിരാലംബതയുടെ നിമിഷങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളുമൊക്കെ കടന്നു പോവുക. ഈ വേദനകളെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹം, അവനിൽ ആഴമായി വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹം പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്, സമാധാനമാണ്, ഉണർവാണ്, ഉന്മേഷമാണ്. രണ്ട് കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്തുവിന്റെ മരണം. ഒന്ന്, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുക. മറ്റൊന്ന്, മനുഷ്യരോട് സഹാനുഭൂതി കാണിക്കുന്നവരാകുക. സഹാനുഭൂതി കാണിക്കുന്നവരാകുക. ഒരുപക്ഷെ ഏതാനും നാളുകൾക്കുള്ളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ കുറെ ചരിത്രങ്ങൾ എപ്രകാരമാണ് നാം ഈ ഓർമ്മിപ്പിക്കുക. സമൂഹത്തിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സഹാനുഭൂതിയുടെ വശങ്ങൾ, ആർക്കും ആരോടും കടപ്പാടില്ലാത്ത ഒരു കാലഘട്ടം നമ്മെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്കൊരു ഡഗ്ലസ് മല്ലക്കിന്റെ പ്രശസ്തമായ 2 കവിതാശകലം ഇപ്രകാരമാണ്: നിനക്കൊരു രാജവീതിയാകാൻ സാധിച്ചില്ലെങ്കിലും നിനക്കൊരു നടപ്പാതയെങ്കിലും ആകാൻ സാധിക്കട്ടെ. നിനക്കൊരു പ്രകാശഗോപുരമാകാൻ സാധിച്ചില്ലെങ്കിലും ഒരു ചെറിയ വെളിച്ചമെങ്കിലും ആകട്ടെ, ഒരു കൈത്തിരിയെങ്കിലും ആകട്ടെ. ആ വഴിയിലൂടെ, ആ നടപ്പാതയിലൂടെ, ആ ചെറിയ വെളിച്ചത്തിലൂടെ നിനക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നിനക്ക് ഒരുപാട് പേരെ, അനേകായിരങ്ങളെ ഈ ലോകത്തിലേക്ക്, സമൂഹത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, നന്മയിലേക്കൊക്കെ നയിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു ചിത്രമാണ് ക്രിസ്തു നമുക്ക് നൽകിയ ആ ഒരു ചരിത്രമാണ്. ഒരുപക്ഷെ അവനെ ക്രൂശിക്കുന്ന, വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ കളിയാക്കുന്ന, പരിഹസിക്കുന്നവരുടെ ചിത്രങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോഴും ഉയർന്നു നിൽക്കുന്ന കുരിശ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചിത്രം ഇതാണ്. ആ കുരിശിലാണ് രക്ഷ, ആ കുരിശാണ് നമ്മുടെ രക്ഷ, ആ കുരിശാണ് നമ്മുടെ ജീവൻ. പേർഷ്യക്കാർ തങ്ങളുടെ പടയോട്ടക്കാലത്ത്, യുദ്ധകാലത്ത് നീചന്മാരെ, അധമമാരെ, വ്യഭിചാരിണികളെ, സമൂഹത്തിൽ ഏറ്റവും മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരെയൊക്കെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന 2 മരത്തടികൾ, തലങ്ങനെയും വിലങ്ങനെയും വെച്ചുള്ള 2 മരത്തടികൾ, ആ മരത്തടികളെ അങ്ങനെ വെച്ചാൽ അതിനെ അവർ കുരിശ് എന്ന് വിളിച്ചു. ആ ഉപകരണത്തിലേക്ക് ക്രിസ്തുവിനെ തള്ളിയിടുമ്പോൾ, അവന് കൈകളിലേക്കും കാലുകളിലേക്കും ആണി അടിച്ചു കയറ്റുമ്പോൾ അവർ അട്ടഹസിക്കുകയായിരുന്നു. പക്ഷേ ആ കുരിശ് അന്നോളം ശാപത്തിന്റെ, ദോഷത്തിന്റെ, മ്ലേച്ഛതയുടെ പര്യായമായിരുന്ന ആ കുരിശ് അന്ന് മുതൽ നമുക്ക് ഇന്ന് വരെ ഇനിയും ക്രിസ്തുവിന്റെ അനുഗ്രഹത്തിന്റെ, കൃപയുടെ നീർച്ചാലായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ കുരിശുകൾ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ, സമൂഹത്തിൽ, കുടുംബങ്ങളിൽ വേദനയുണ്ടാകുമ്പോൾ നിരാലംബരാകാതെ ക്രിസ്തുവിന്റെ കുരിശിനെ ഗാഠമായി പുണരാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തുവിൻ നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ്. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശക്തമായി പൊരുതിക്കൊണ്ട് ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് നന്മയായി ജീവിക്കാൻ സാധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഈ ക്രിസ്തുവിന്റെ മരണം ധീരമായ സ്നേഹത്തിന്റെ വിശുദ്ധിയിലേക്ക് നമ്മൾ നയിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പത്രത്താളുകൾ കണ്ടു കഴിഞ്ഞ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് നന്മകളിൽ നമുക്ക് തെറ്റിപ്പോയ ഒരു സമൂഹത്തെ, നിഷേധത്തിന്റെ ചിന്തകൾ വഹിച്ചു നടക്കുന്ന ഒരു കൂട്ടം യുവസമൂഹങ്ങളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ലഹരിയുടെ കുത്തരങ്ങായി മാറിക്കൊണ്ടിരുന്ന ക്യാമ്പസുകൾ, മ്ലേച്ഛതയുടെയും ലൈംഗികതയുടെയും അരാജകത്തിന്റെയും കുത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന കോളേജ് വിദ്യാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതൊക്കെ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് മനുഷ്യത്വത്തിന്റെ മരവിപ്പ്, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ, സഹാനുഭൂതിയുടെ കുറവ് എന്നൊക്കെയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മുടെ സമൂഹത്തിൽ നടന്ന സിദ്ധാർത്ഥ എന്ന ചെറുപ്പക്കാരന്റെ കൊലപാതകം. ലഹരിക്ക് അടിപ്പെട്ട ഒരു പറ്റം യുവാക്കൾ, 125ഓളം ചെറുപ്പക്കാർ ചേർന്ന് തങ്ങളുടെ സഹപാഠികളിൽ ഒരുവനായി സിദ്ധാർത്ഥ എന്ന മെഡിസിൻ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി റാഗ് ചെയ്ത് മൃഗീയമായി കൊന്ന് കെട്ടിത്തൂക്കിയപ്പോൾ നഷ്ടപ്പെട്ടത് ഈ സഹാനുഭൂതിയാണ്. ആഷിഖ് എന്ന 24 വയസ്സുകാരനെ ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനാണെന്നാണ് പറഞ്ഞത്. ലഹരിക്ക് അടിപ്പെട്ട്
ലഹരിയുടെ കരാളഹസ്ത തന്നെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ തന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. എന്നിട്ട് തന്റെ കയ്യിലിരുന്ന വെട്ടുകത്തി കൊണ്ട് ആ ഉമ്മയെ ആഞ്ഞു വെട്ടി കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് അവൻ പറഞ്ഞ കാര്യപ്രകാരമായിരുന്നു, ഞാൻ എൻ്റെ ഉമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, എന്നാൽ ഉമ്മ ഒരു തെറ്റ് ചെയ്തു, ഈ ഭൂമിയിലേക്ക് എന്നെ ജനിപ്പിക്കണ്ടായിരുന്നു. ഈ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന പ്രദീപ് എന്ന ചെറുപ്പക്കാരന്റെ കൊലപാതകം, സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ ശ്രമിച്ച ഒരു പെൺകുട്ടി മുസ്തഫ, ഷിംജിത മുസ്തഫ എന്ന ചെറുപ്പക്കാരിയായ മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തക, കൊന്ന് തള്ളിയത് പ്രദീപ് എന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. അവൻ നിരാലംബനായ അപ്പന്റെയും അമ്മയുടെയും ഏകപുത്രനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ദൈനംദിനം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തിന് കുറവ് സംഭവിക്കുന്നു, സഹാനുഭൂതിക്ക് കുറവ് സംഭവിക്കുന്നു, കാരുണ്യത്തിന് കുറവ് സംഭവിക്കുന്നു, നൈർമല്യത്തിന് കുറവ് സംഭവിക്കുന്നു. ഇവിടെയൊക്കെ ക്രിസ്തുവിന്റെ ഈ മരണം വളരെ ശക്തമായ ആദർശമായിട്ട് ഉള്ളിൽ സ്വീകരിക്കുന്നവർക്ക് അത് നേരിടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ മൂല്യച്യുതി ഉണ്ടാകുമ്പോൾ, സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിന്റെ കുരിശിലേക്ക് കടന്നു വരുവാനായിട്ട് സ്നേഹത്തോടെ അതിൽ പുണരുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ മാത്രമേ നമ്മൾ ആചരിക്കുന്ന ഈ ദുഃഖവെള്ളി ആചരണങ്ങളൊക്കെ പൂർണ്ണമാവുകയുള്ളൂ, തീക്ഷ്ണമാവുകയുള്ളൂ ഞാൻ വിശ്വസിക്കുകയാണ്. 50 നാളുകളുടെ ഉപവാസത്തിന് ശേഷം തീക്ഷ്ണമായ പീഡാനുഭവ വായനകളിലൂടെ കടന്നു പോയപ്പോൾ നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ചിത്രം ഇതൊക്കെ തന്നെയാവണം. ക്രിസ്തുവിന് വേണ്ടി എനിക്ക് എന്ത് സഹിക്കാൻ പറ്റും? എന്റെ സഹോദരൻ വേദനിക്കുമ്പോൾ, എന്റെ അയൽക്കാരൻ വേദനിക്കുമ്പോൾ, എന്നെ ചുറ്റുമുള്ളവർ സങ്കടപ്പെടുമ്പോൾ അവരിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവന് വേണ്ടി എന്റെ ജീവനെ, എന്റെ വാക്കുകളെ, എന്റെ പുഞ്ചിരിയെ സ്നേഹത്തോടെ എനിക്ക് സമർപ്പിക്കുവാൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ ഈ പീഡാനുഭവ ചരിത്ര വായനകൾക്ക്, ഈ പീഡാനുഭവ ചരിത്രങ്ങൾക്ക്, ഈ ദുഃഖവെള്ളി ആചരണത്തിന്, നമ്മുടെ പരിഹാര പ്രദർശനങ്ങൾക്കൊക്കെ പരിഹാരമാവുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് സ്നേഹത്തിന്റെ, ഈ ത്യാഗത്തിന്റെ ഈ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയുമ്പോൾ, നമുക്ക് വേണ്ടി പീഡയേറ്റ് മരിച്ച രക്താങ്കിതനായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ ക്രൂശിതനായ യേശു ക്രിസ്തുവിന്റെ മുഖം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമുക്കും തീരുമാനമെടുക്കാം. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ധീരതയോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, സഹാനുഭൂതിയോടെ പെരുമാറും. ശേഷം ക്രിസ്തു ആഗ്രഹിക്കുന്ന നല്ല നന്മയുള്ള ക്രൈസ്തവനായി ഈ ലോകത്തിൽ ഒരു നല്ല മനുഷ്യനായി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമെന്നുള്ള തീരുമാനം നമുക്കെടുക്കാം. അവിടെ ദുഃഖവെള്ളിക്ക് പൂർണ്ണതയുണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആലാഹി അയക്കണമെന്ന്